ഡോക്ടർ, ഈ രോഗങ്ങളുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഈ നടുവേദന വരാനുള്ള കാരണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, അതെല്ലാം ഒന്ന് വിശദീകരിക്കൂ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് നടുവേദന എന്ന് പറയുന്നത്. അപ്പം നടുവേദന എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ടാവാം. എന്നാലും കോമൺ ആയിട്ട് വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡീജനറേറ്റീവ്, അതായത് നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ബോഡിക്ക് ചില വ്യതിയാനങ്ങളുണ്ടാവും. അത് നട്ടലിൻ്റെ വിവിധ ഭാഗങ്ങളെയും ബാധിക്കും. അതായത് നട്ടലിൻ്റെ ഡിസ്കിൻ്റെ ഭാഗത്തെ ബാധിക്കാം, നട്ടലിൻ്റെ കശേരുക്കളെ ബാധിക്കാം, അവിടെയുള്ള ലിഗമെൻറ്റ്സ്, അതായത് ഇതിനെ ബന്ധിപ്പിക്കുന്ന പേശികളെ ബാധിക്കാം, മസിൽസിനെ ബാധിക്കാം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ചില വ്യതിയാനങ്ങളുണ്ടാവും, തേയ്മാനങ്ങളുണ്ടാവും. അത് ഡിസ്കിനെ ബാധിച്ചിട്ട് ആ ഡിസ്ക് തെള്ളുകയോ അല്ലെങ്കിൽ ഡിസ്ക് ഡീജനറേഷൻ വന്നത് കൊളാപ്സ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ചുറ്റുമുള്ള അതിനടുത്തായിട്ട് പോകുന്ന ഞരമ്പുകൾ അത് മർദ്ദം ഉണ്ടാക്കുകയും തുടർന്ന് വേദനയോ മരവിപ്പോ വീക്ക്നെസ്സോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളത് തേയ്മാനമാണ്. പിന്നെ ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 40-50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാം. പിന്നെ വളരെ കുറവായിട്ട്, അത് അത്ര കോമൺ അല്ലാത്ത രീതിയിൽ ട്യൂമേഴ്സ്, സ്പൈന്, അത് കൂടുതലും പ്രായമുള്ള ആൾക്കാരിലാണ്. അത് ട്യൂമേഴ്സ് എന്ന് പറയുന്നത് സ്പൈൻ തന്നെ ഉണ്ടാകുന്ന ട്യൂമേഴ്സ് ഉണ്ടാകാം, അല്ല വേറൊരു ഓർഗനെ ബാധിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മെറ്റസ്റ്റാസ് എന്ന് പറയും, അതായത് ദൂരെയുള്ള അത് സ്പൈനിലേക്ക് ബാധിക്കുന്ന രീതിയിലുള്ള ട്യൂമേഴ്സ് കൊണ്ടുണ്ടാവാം. പിന്നെ ട്രോമ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രോമ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വീണ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ചിലപ്പോൾ മൈനർ ഫ്രാക്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മേജർ ഫ്രാക്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ലിഗമെൻ്റ് ഇഞ്ചുറി ആയിരിക്കും. ഇതുകൊണ്ടും ഉണ്ടാവാം. പിന്നെ അപൂർവമായിട്ട് ഇൻഫെക്ഷൻസ്, സ്പോണ്ടിലോഡിസ്കൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇൻഫെക്ഷൻസ് ഉണ്ട്. അതിനകത്ത് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്നുണ്ട്. ടി ബിയും വേറൊരു കോമൺ കാര്യമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ലങ്സിനെ ബാധിക്കുന്ന ടി ബി കുറഞ്ഞു വരുവാണ്. കൂടുതലും സ്പൈനിനെയും മറ്റ് ഭാഗങ്ങളെയും ബാധിക്കുന്ന ടി.ബിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ടും ഉണ്ടാവാം. പക്ഷേ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള നടുവേദന എന്ന് പറയുന്നത് മിക്കവാറും നമുക്കെല്ലാം, ഇപ്പം ഞാനീ പറയുന്ന കേൾക്കുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് എനിക്ക് ഈ ഇതാണോ അല്ലെങ്കിൽ മറ്റേതാണോ ട്യൂമറാണോ എന്നൊക്കെ സംശയമുള്ള ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള നടുവേദന അത് ഇടയ്ക്ക് കൂടിയും കുറഞ്ഞുമാണ് ഇരിക്കുന്നത്. അല്ലാതെ കൂടി വരുന്ന നടുവേദന, അതിൻ്റെ കൂടെ മരവിപ്പ്, പേശി ബലക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് കൂടുതൽ ഫർദർ ഇവാലുവേഷൻ ചെയ്യേണ്ടതുണ്ട്.